ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്നല്ലേ? ചേച്ചിക്ക് ഒരേ ആഗ്രഹം ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന്. പിന്നെന്താ, പോയേക്കാന്ന് വിചാരിച്ചു. കുട്ടനാടാണ് സ്ഥലം. എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ട്രാഫിക്കിൽ പെട്ടുപോയി. ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ പോവാണ്. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോവുമായിരുന്നു എന്ത് രസമാണ് അവിടുത്തെ സ്ഥലമൊക്കെ കാണാമെന്ന്. അതുപോലെ തന്നെ ഈ പൂവിനെ പറ്റിയും പറയുകയാണ്. അവിടെ ഒരു നീലപ്പൂവുണ്ട്. അത് ഏതോ ഒരു സായിപ്പും മദാമയും കൊണ്ടിട്ടാണ് ഇപ്പോൾ അവിടെ മുഴുവനായി എന്നൊക്കെയുള്ള കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 12:30 കൂടിയാണ് അങ്ങോട്ട് എത്തുന്നത്. ആ സമയത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് കാണുന്നത് ഞായറാഴ്ചയായിരുന്നു. എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. ഏത് ഷാപ്പെന്നറിയാമോ? ഗരുഡാഗിരി എന്ന് പറയുന്ന ഒരു ഷാപ്പിലേക്കാണ് നമ്മൾ എത്തിയത്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലെ ഒരു വലിയ കണ്ടവും പിന്നെ നമ്മൾ ഒരു ഹട്ട് പോലെ ഒരിടത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും. നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഫുഡ് ഇങ്ങനെ കൊണ്ട് നമ്മുടെ മുന്നിൽ എത്തി. എല്ലാ കറിയും സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു അവിടുത്തെ. അവിടെ വെളിയിൽ ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ഹട്ടിലായിട്ടാണ് ഓരോ ആൾക്കാർ ഇരിക്കുന്നത്, ഓരോ ഫാമിലി വന്നിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അത്രയേ ഉള്ളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ദിവസവും നല്ല ഫുഡും കഴിക്കുന്ന ദിവസമായിരുന്നു. ടാറ്റാ.